ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 3 മണിവരെ 60% പേർ വോട്ട് രേഖപ്പെടുത്തി. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് സമാധാനപരമായിരുന്നു. മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായി. മുൻകാലങ്ങളിലെ അക്രമ സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജാർഖണ്ഡിൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് സമാധാനപരം. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും പത്നി കൽപ്പന സോറനും ബഹ്റോട്ടിൽ വോട്ട് ചെയ്തു. രാജ്യസഭാ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ്, മുൻ മുഖ്യമന്ത്രിമാരായ അർജുൻ മുണ്ട, ചമ്പായ് സോറൻ, കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നിർണായകമാകുന്ന 28 സംവരണ മണ്ഡലങ്ങളിൽ 20ഇടത്തും ഇന്നായിരുന്നു വോട്ടെടുപ്പ്. 2019 ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളിൽ JMM കോൺഗ്രസ് സഖ്യത്തിനായിരുന്നു മുൻതൂക്കം. എന്നാൽ ഇക്കുറി വനവാസി മേഖലയിൽ ഉൾപ്പെടെ BJP വൻ മുന്നേറ്റം നടത്തുമെന്നാണ് അഭിപ്രായ സർവേകളുടെ പ്രവചനം. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാവുന്നതാണ് ജാർഖണ്ഡ് ഈ മാവോയിസ്റ്റ് ഭീഷണി വളരെയധികമുള്ളൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ സമാധാനപരമായിരുന്നു. അതുതന്നെയാണ് ഇന്നത്തെ വാർത്തയുടെ ഏറെ പ്രാധാന്യം ഉള്ള ഘടകവും. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? എത്രയാണ് പോളിംഗ് ശതമാനം? ഇത്തരം വിശദാംശങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? ഹൈസൻ, വൈകുന്നേരം 5 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ 65% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതായത് മികച്ച പോളിംഗ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ 43 മണ്ഡലങ്ങളാണ് വിധി എഴുതി കഴിഞ്ഞത്. ഇതിൽ 20 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളും ബാക്കി 17 മണ്ഡലങ്ങൾ ജനറൽ സീറ്റുകളുമാണ്. എന്തായാലും ഹൈസൻ സൂചിപ്പിച്ചതുപോലെ വളരെ സമാധാനപരമായാണ് ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. സാധാരണ ജാർഖണ്ഡിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാവോയിസ്റ്റുകൾ ഈ വനവാസി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സ്ഫോടനങ്ങളും മറ്റ് അതിക്രമങ്ങളുമൊക്കെ നടത്തുന്ന സംഭവങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തവണ ജമ്മു കാശ്മീരിന് സമാനമായ രീതിയിൽ വളരെ സമാധാനമായി ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകാലത്ത് മാവോയിസ്റ്റ് നക്സൽ സംഘടനകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പോലും വളരെ ശാന്തമായിട്ടാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കുടുംബസമേതം എത്തിയാണ് വോട്ട് ചെയ്തത്. ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള BJP നേതാവ് അർജുൻ മുണ്ട, അതോടൊപ്പം തന്നെ ചമ്പായ് സോറൻ തുടങ്ങിയവരും ഇന്ന് വോട്ട് ചെയ്ത പ്രമുഖർ ഉൾപ്പെടുന്നു. രാജ്യസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഹരിവൻഷ് നാരായൺ സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയും റാഞ്ചിയിൽ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം സാധാരണക്കാരായ ജനങ്ങളുടെയും വലിയ തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ പ്രകടമായിരുന്നു. എന്തായാലും ആദ്യഘട്ടം ജാർഖണ്ഡിൽ ആകുമ്പോഴും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം തുടരുകയാണ്. 18-നാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ജാർഖണ്ഡിൽ അവസാനിക്കുക. 20-ന് മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 38 സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കും. 23-നാണ് മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. ഐസർ. ശരി ഗൗതം.